പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, നിങ്ങൾ അരമുറുക്കുകയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ. തങ്ങളുടെ യജമാനൻ കല്യാണവിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരുന്നവനായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മോടും ആവശ്യപ്പെടുന്നത്, ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് ചെയ്യാം. ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട്, സന്തോഷിപ്പിക്കുവാനായിട്ട് രാവും പകലും നമ്മൾക്ക് അധ്വാനിക്കാം. ദൈവം എപ്പോഴാണ് വരുന്നതെന്ന് നമ്മൾക്കറിയുകയില്ല. 2-ാം വരവിനായിട്ട് കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ 2-ാം വരവിനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴാണ്, ഏത് സമയത്താണ് എന്നുള്ളതൊന്നും നമ്മൾക്കറിയുകയില്ല. അതുകൊണ്ട് എപ്പോഴും വിശുദ്ധിയിലായിരിക്കാം, പുണ്യങ്ങൾ ചെയ്യാം, ദൈവത്തെ പ്രീതിപ്പെടുത്താം. നമ്മുടെ ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ദൈവത്തെ ദുഃഖിപ്പിക്കാതെ സന്തോഷിപ്പിച്ച് ജീവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.